ഇതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണോളം പഞ്ചസാര, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ്, വിനാഗിരി. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഹൈ സ്പീഡിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് സെറ്റായിട്ടില്ല. അപ്പോൾ നമ്മളിനി ഒരു 1/4 കപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഫുൾ സ്പീഡിൽ. ഇത് കുറച്ചും കൂടെ ഇപ്പം ഉണ്ടാവും, ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കാവാനുണ്ട്. അപ്പോൾ മൊത്തം 3/4 കപ്പാണല്ലോ, ഒരു 1/4 കപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നേരത്തെ പോലെ തന്നെ മിക്സിയിലിട്ട് നല്ല ഹൈ സ്പീഡിലൊന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇനി നമുക്ക് സാൻഡ്വിച്ചിനുള്ള പരിപാടി നോക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ക്യാബേജാണ്. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇഷ്ടാനുസരണം ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുന്നില്ല ഇതിൽ. പിന്നെ മയോണൈസാണ് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. ഉപ്പ് ചേർക്കാത്തതിന് കാരണം മയോണൈസിന് ആവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിനി ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 4 ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരിയൊക്കെ ഒന്ന് ഞാൻ കണ്ടിച്ച് കളയുന്നുണ്ട്, നിർബന്ധമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ. അതെല്ലാം കണ്ടിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഈ നേരത്തെ മിക്സ് ചെയ്ത മിക്സില്ലേ, മയോണൈസൊക്കെ ചേർത്ത് ആ മിക്സ് ഈ ബ്രെഡിലേക്ക് നമുക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ആക്കി കൊടുക്കാം. ഇനി അടുത്തൊരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഒരു അടിപൊളി ടേസ്റ്റിലുള്ള സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.